ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മസാല കറി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനായി ആദ്യം കടായി വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്യുക. അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ച് 2 പച്ചമുളക് ആഡ് ചെയ്യുക. ഒരു തണ്ട് കറിവേപ്പില. എന്നിട്ട് നന്നായിട്ട് അതിനോടൊപ്പം തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം ആഡ് ചെയ്യുന്നത് കൊച്ചുള്ളി ജാറിൽ അരച്ച് വെച്ചേക്കുന്നതാണ്. കൊച്ചുള്ളി നമ്മൾ കൂടുതലും ചേർക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ചിക്കൻ കറിക്ക് അതനുസരിച്ച് ടേസ്റ്റ് വരും. നല്ലതുപോലെ കൊച്ചുള്ളി അരിഞ്ഞ് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അരിഞ്ഞ് വെച്ചേക്കുന്ന 2 സവാളയും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റത്തേക്ക് വെച്ചേക്കുക അടച്ച്. അതിനുശേഷം ഒന്നും കൂടി അടിയിൽ പിടിക്കാതെ സവാള കരിഞ്ഞു പോവാതെ ഇടയ്ക്കിലൊന്ന് ജസ്റ്റ് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. സവാളയൊന്ന് നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയാണ് മസാലപ്പൊടി വെച്ചേക്കുന്നത്. നല്ലതുപോലെ സവാളയ്ക്കകത്ത് മിക്സ് ചെയ്തെടുക്കുക. മസാലയ്ക്കനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ അതനുസരിച്ച് ആഡ് ചെയ്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. നല്ലതുപോലെ ആ സവാള മസാലയ്ക്കകത്ത് നല്ലതുപോലെ മിക്സായി വരണം. അതിനുശേഷം കാശ്മീരി പൗഡർ ആഡ് ചെയ്യാം. കാശ്മീരി പൗഡർ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഒരുപാടായാലും നല്ല കറുത്ത് പോവും ചിക്കൻ കറി. അതുകൊണ്ട് ഒരു മിനിമം അളവിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചിക്കൻ മസാല, എല്ലാ മസാലകളും സവാളയ്ക്കകത്ത് നല്ലതുപോലെ മിക്സായി നല്ലതുപോലെ വഴറ്റിയെടുക്കുക. മസാലകളെല്ലാം പിടിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റത്തേക്ക് അടച്ചു വെക്കുക. ഇടയ്ക്കൊന്ന് ജസ്റ്റ് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അടിയിൽ പിടിക്കാതെ നല്ലതുപോലെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് നല്ലതുപോലെ വഴണ്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ചിക്കനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിരുന്നതാണ്. ചിക്കൻ മസാലയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ അംശം ചിക്കനകത്തുള്ളതുപോലെ തന്നെ മസാലയ്ക്കകത്തും പിടിക്കും. നമ്മൾ അത്രയും നേരം അരമണിക്കൂർ പിടിച്ച് വെച്ചത് കൊണ്ട് തന്നെ ഉപ്പിൻ്റെ അംശം മസാലയ്ക്കകത്ത് ഓൾറെഡി പിടിച്ചിട്ടുണ്ടാവും. ചിക്കനകത്തേക്ക് മസാല നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല ലെവലാക്കി എടുത്ത് ഒരു 5 മിനിറ്റത്തേക്ക് അടച്ചു വെക്കുക. ചിക്കനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിൽ പിടിക്കാതെ ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റത്തേക്ക് വെച്ചതിന് ശേഷം ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും. ചിക്കൻ കറിക്ക് കൂടുതലും വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ചിക്കനകത്ത് തന്നെ നമുക്ക് ആ ഒരു വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് മസാലയ്ക്കകത്ത് പിടിക്കും. നമുക്ക് ഗ്രേവി രൂപേണ കിട്ടണമെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്താൽ മതി. മസാലയായിട്ട് കിട്ടണമെങ്കിൽ ചിക്കനകത്തുള്ള വെള്ളം തന്നെ നല്ല റോസ്റ്റായിട്ട് കിട്ടും. അതാണ്ട് ഇവിടെ ചിക്കൻ നല്ല വൃത്തിയായി റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം മാറ്റിയിട്ട് വേറൊരു കടായി വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനകത്തേക്ക് 2 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം 2 വറ്റൽമുളക് ആഡ് ചെയ്യുക. രണ്ട് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചത് അതിനകത്തേക്കാണ്. നമ്മൾ വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ് 2 കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചത് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ഉള്ളി ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്കത് ചിക്കൻ കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം.
മസാലയായിട്ട് കിട്ടുന്ന ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.